ഹായ്, ഗുഡ് മോർണിംഗ് മച്ചാമാരെ. ഞാനിപ്പോൾ ഉള്ളത് ആറ്റിങ്ങിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന പുതിയ റോട്ടിലാണുള്ളത്. സർവീസ് റോഡിലാണുള്ളത്. ഇവിടെ ഒരു കാരണവശാലും പാർക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഗവൺമെൻറ് റോഡ് എടുക്കുന്ന ടൈമിൽ, വസ്തുക്കൾ എടുക്കുന്ന സമയത്ത് അവർ ക്യാഷ് മേടിച്ചിട്ട് എല്ലാവരും പിന്നെ പാർക്കിംഗ് ഒന്നും വെക്കാത്ത രീതിയിലാണ് കടയെല്ലാം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു കാരണവശാലും പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ വളരെ സൂക്ഷിക്കണം, എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. ആക്സിഡൻ്റ് ഉണ്ടാവാൻ വളരെ എളുപ്പമാണ്. ആക്സിഡൻ്റ് ഉണ്ടാവാൻ കൂടുതലാണ്. കാരണം സൈഡിലൊന്നും വണ്ടി ഒതുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാണുമ്പോൾ അറിയാം, വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു കാരണവശാലും നമുക്ക് ഒരു കടയിൽ ഇറങ്ങി സാധനമൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. കാരണം പാർക്കിങ്ങിന് പ്രത്യേക ഏരിയ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കടക്കാർ മാത്രം പാർക്കിങ്ങിന് പ്രത്യേകിച്ച് ഏരിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി നിർത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പറ്റൂ. അല്ലാതെ നമ്മൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വിഷയമാണ്, വളരെ പ്രശ്നമാണ്. വണ്ടി കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ഉണ്ടാവാൻ വളരെ കൂടുതലാണ്. ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ളൊരു വിഷയം കൂടുതൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും സൈഡിൽ ഒതുക്കി കളയരുത്. റോഡ് പണി തീർന്നിട്ട് ഇനി ഗവൺമെൻറ് പാർക്കിംഗ് ഏരിയ വല്ലതാ ഉണ്ടാക്കുമോ എന്നറിയില്ല. എങ്കിലും ഈ രണ്ടാമത് ഇവർ വെക്കുന്ന ബിൽഡിങ്ങുകളെല്ലാം കൊണ്ടുവന്ന് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ സൂക്ഷിക്കുക. ഓക്കെ, ബൈ ബൈ മച്ചാമാരെ, ബൈ ബൈ.